ഒരിക്കൽ ഒരു ഭക്തൻ ആശ്രമത്തിൽ എത്തി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ നീ മാലയുമായിട്ട് പോയിട്ട് മലയുടെ മുകളിൽ നിന്ന് ഏകാന്ത ഇത് ധ്യാനിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ഗുരു ഓർത്ത് പോയി, വല്ലാത്ത തണുപ്പല്ലോ, അവനവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും, ഇങ്ങനെ ആയിരിക്കുന്നുണ്ട്. ഇത് മല മുകളിൽ ചെന്ന് അപ്പോൾ ഈ ഭക്തന് മേളിൽ തന്നെ മലയിൽ തന്നെ ഇരിക്കുന്ന കണ്ട് ഗുരു സന്തോഷിച്ചു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവൻ മലമുകളിൽ തന്നെ ഇരുന്നല്ലോ ഇത്ര നാൾ ഈ തണുപ്പത്ത്. അതിശയിച്ച് ഗുരു, എങ്ങനെ ഈ തണുപ്പത്ത് ഇത്ര നാളും ഏകാന്തം ഇരിക്കാനൊക്കെ സാധിച്ചു എന്ന് ചോദിച്ചു. എൻ്റെ കൂടെ മാലയും ചായയും ഉള്ളതുകൊണ്ട് ഞാൻ ഒരുവിധം കഴിഞ്ഞു പോകുന്നു. എന്നാൽ ഗുരു പറഞ്ഞു, എനിക്കൊരു ചായ താന്ന് ചോദിച്ചു. ഗുരു ചോദിച്ചു. അപ്പോൾ എടി മാലേ ഗുരുവിനൊരു ചായ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. കൊണ്ടൊരു ചായയുമായി ആ പെണ്ണ് ഗുരുവിന് കൊടുക്കാനായിട്ട് വന്നു. ഗുരു പറഞ്ഞ നീ മാലയുമായിട്ട് മലമുകളിൽ പോയി സാധന ചെയ്യാനാണ് അദ്ദേഹം മാല എന്നുള്ള ഭാര്യയായിട്ട് മുകളിൽ പോയി സാധന ചെയ്യും. പുറത്ത് മാല ഇല്ലെങ്കിലും അകത്ത് പല മാലകളും നമ്മുടെ ഉള്ളിലുണ്ടാകും. ഉള്ളിൽ നോക്കി ഒരു ശുദ്ധീകരണത്തിനായിട്ടുള്ള ഈ സാഹചര്യം എടുക്കുക, അതാണ് നമ്മൾ വേണ്ടത്. നമ്മുടെയൊക്കെ ഏകാന്തമായ സാധന ഇതുപോലെ ആകരുത്. ഒരു പ്രാവശ്യം തെറ്റ് ചെയ്ത്, എന്നാൽ തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ തിരിയണമല്ലോ, അത് നമ്മൾ ചെയ്യില്ല, പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെയൊക്കെ സ്ഥിതി. എത്ര നമ്മൾ അനുഭവിച്ചല്ലോ, നമ്മൾ അതിൽ നിന്നും പഠിക്കുകയില്ല. 2 ചെറുപ്പക്കാരാണ് നദി കടന്നു വേണം കാട്ടിൽ പോയെന്ന് തടിയെടുക്കുന്നത്. 2 പേരോട് ചെന്ന് തടി വലിച്ചുകൊണ്ട് വന്നു. അപ്പോൾ വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം ഊന്നിയാൾ പറഞ്ഞു, ഇത്രയും ഭാരം അതിനകത്ത് കയറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിൽ വലിയ തടിയാണ് അതിനകത്ത് കയറ്റിയത് എന്നും പറഞ്ഞിട്ട് പിന്നെയും വെള്ളത്തിനകത്ത് കുത്തി ഈ 2 തടിയും കയറി ഇവരും കയറിയിരുന്നു. വെള്ളം തുഴഞ്ഞ് കുറേ ദൂരം ചെന്നപ്പോൾ മുങ്ങി വെള്ളം. പക്ഷെ ഇവരെങ്ങനെയെങ്കിലും പിടിച്ച് നീന്തി ഒരിടത്തെത്തി കരയ്ക്ക് കയറിയിട്ട് ചോദിച്ച്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്, അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വെള്ളം മുങ്ങിയല്ലോ, ആ വലിയ തടി തെറ്റിയപ്പം തുഴഞ്ഞത് മുങ്ങിയല്ലോ, അതിന് കുറച്ചപ്പുറത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒരു പ്രാവശ്യം സംഭവിച്ചത് പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാക്കിയപ്പോലും തിരുത്തില്ല. അന്ന് മുങ്ങി ഇതുപോലെ കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെട്ടെ, വീണ്ടും പോയി മുങ്ങി. വീണ്ടും തെറ്റ് ചെയ്യരുത്, അതൊരു പാഠമായിട്ട് എടുക്കണം. നമ്മൾ ഗുരുവിൻ്റെ പ്രവൃത്തികളെ ആർക്കും വിലയിരുത്തുവാനാവില്ല. തൻ്റെ ദിവ്യമായ ഉൾക്കാഴ്ച അനുസരിച്ചാണ് ഗുരു പ്രവർത്തിക്കുന്നത്. ഗുരുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വന്തം പരിമിതികളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഗുരു എന്ത് ചെയ്താലും അതിനൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ശിഷ്യയുടെ നന്മയും വളർച്ചയും. ഗുരുവിനെ ഉണർത്തുന്നത് ശിഷ്യയാണെന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ലക്ഷ്യബോധം മനസ്സിലില്ലാത്ത ശിഷ്യനിലും ഗുരു വാത്സല്യം ചൊരിഞ്ഞിരിക്കാം. അത് അവനെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ പ്രയോജനം ഗുരുവിന് പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ ശിഷ്യനിലെ ശിഷ്യത്വം ഉണരുക തന്നെ വേണം. ശിഷ്യനെ സംബന്ധിച്ചോളം ഗുരുവിൻ്റെ ഉപദേശം തന്നെയാണ് പരമമായ ശാസ്ത്രം. ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഗുരുക്കന്മാരുടെ ഉപദേശം തന്നെയാണ് ശാസ്ത്രമാകുന്നത്. ശാസ്ത്രങ്ങൾ തീർച്ചയായും മാർഗദർശികളാണ്. എന്നാൽ അവയെ മാത്രം ആശ്രയിച്ച് സാധകന് അധികം മുന്നോട്ട് പോകാനാവില്ല. ജീവിതത്തിൻ്റെയും സാധനയുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അവന് രക്ഷയായി തീരുക ഗുരുവിൻ്റെ ഉപദേശവും അനുഗ്രഹവും മാത്രമാണ്. ഗുരുവില്ലാത്ത സാധകൻ അനാഥ ബാലനെ പോലെയാണെന്ന് പറയാം. ആധ്യാത്മിക ജീവിതം ഒരു നീണ്ട യാത്രയാണ്. ഒരു സാധകൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ പലപ്പോഴും തളർന്നു പോകാം. എന്നാൽ ഗുരു ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രോത്സാഹനവും പ്രതീക്ഷയും നൽകും.